ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിഭജികയുടെ മൃതദേഹം കൂടി ഇന്ന് രാത്രി നാട്ടിലേക്ക് കൊണ്ടുവന്നേക്കും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ബന്ധുക്കൾ ഇതിനായി കോടതിയെ സമീപിക്കും. രേഖകൾ പിന്നീട് ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറും. വിഭജികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ദുബൈയിൽ സംസ്കരിച്ചിരുന്നു. ഷിനോജ് വിവരങ്ങൾക്കായി തുടരുന്നുണ്ട്. ഷിനോജ്, ഈ വിഭജികയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ശ്രമമൊക്കെ ഭർത്താവും ബന്ധുക്കളും ഒക്കെ നടത്തിയതാണെങ്കിലും നാട്ടിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് അത് നടക്കാതിരുന്നത്. മകളുടെ സംസ്കാരം അവിടെ തന്നെ നടത്താനും വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും തീരുമാനമായിരുന്നു. പക്ഷെ അതിലും നിയമപരമായ കുറച്ച് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ തടസ്സങ്ങളും മാറിയിട്ടുണ്ടോ ഷിനോജ്? ജിൻസി, വിഭജികയുടെ മൃതദേഹം സംസ്കരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പൂർണ്ണ പ്രവൃത്തി ദിവസം ഇന്നാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസ് നിലവിലുള്ള വിഭജികയുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിനായി ആദ്യം ഷാർജ കോടതിയെയാണ് ബന്ധുക്കൾ സമീപിക്കുക. അവിടെ നിന്ന് രേഖകളുമായി ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കേണ്ടതുണ്ട്. ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പാസ്പോർട്ട് റദ്ദാക്കി നൽകേണ്ടതുണ്ട് വിഭജികയുടേത്. അത് കഴിഞ്ഞതിന് ശേഷം എംബാമിംഗ് നടപടികൾ ആരംഭിക്കണം. എംബാമിങ്ങിന് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് അയക്കുക. ഇന്ന് ഈ നടപടികളെല്ലാം പൂർത്തിയാവുകയാണെങ്കിൽ രാത്രി തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബന്ധുക്കളും സാമൂഹിക പ്രവർത്തകരുമുള്ളത്. ജിൻസി.